ഒരു പിൽഗ്രിം സെൻ്ററിൻ്റെ ഇനാഗുറേഷന് നരേന്ദ്രമോദി പോകണോ വേണ്ടോ എന്നുള്ളത് മോദിയുടെ ചോയ്സാണ്. നമ്മൾ നേരത്തെ ഇവിടെ സോമനാഥ് ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എങ്ങനെയാണ് രാജേന്ദ്ര പ്രസാദ് പോകുന്നത്, അതിനെ എങ്ങനെയാണ് നെഹ്റു വിലക്കിയത്, പിന്നീട് സമ്മർദ്ദത്തോടെ നെഹ്റു പിന്നീട് അതിലേക്ക് പോകുന്നില്ല, അദ്ദേഹം രാജേന്ദ്ര പ്രസാദ് പോകുന്നുണ്ട് സോമനാഥ് ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ. അതിലല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളെയും കുറിച്ചും ഒരു പ്രസ്താവന നടത്തുകയാണ്. എവിടെ? എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനും ഉദ്ഘാടനം ചെയ്യാൻ വന്ന നരേന്ദ്രമോദി. അത് രണ്ടും പബ്ലിക് പ്രോപ്പർട്ടിയാണ്. ഇറ്റ്സ് നോട്ട് എ ഹിന്ദു പ്രോപ്പർട്ടി. അത് പബ്ലിക് പ്രോപ്പർട്ടിയാണെന്ന് മാത്രമല്ല, ലീഡ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? രാമക്ഷേത്രത്തിലേക്കാണ്. നോ സാർ, ഇന്ത്യൻ റെയിൽവേ ഇറ്റ്സ് എ പബ്ലിക് പ്രോപ്പർട്ടി. ഭാഗമായാണ് അത് വരുന്നത്. 14% മുസ്ലിങ്ങൾ വസിക്കുന്ന ഒരു പ്രദേശമാണ് അയോധ്യ ജില്ല. ഇതുവരെ ഫൈസാബാദ് നേരത്തെ അവരാരും അവിടെ നിന്ന് ഓടിപ്പോയിട്ടില്ല. തെറ്റായ പ്രചരണമാണ്. വീട്ടിലിരുന്നു കൊണ്ട് പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് കഫേ.